2021 ഈ ഇതിനടിസ്ഥാനപരമായിട്ടുള്ള വീഡിയോ വന്നത്. അപ്പോൾ അദ്ദേഹം KM ഷാജഹാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ ഏറ്റവും അവസാനം ചെയ്ത വീഡിയോയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 2001-2006 കാലഘട്ടം തൊട്ട് എൻ്റെ പുറകെ അദ്ദേഹം നടക്കുകയാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് അദ്ദേഹം അങ്ങനെ നടക്കുന്നതെന്നുള്ള അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ. എന്തുതന്നെയാണെങ്കിലും ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയും ആ പറയുന്ന കാര്യങ്ങൾ വെച്ച് പരാതികൾ കൊടുക്കുകയും ഇത് പരാതി അന്വേഷിച്ച് കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്വാധീനം കൊണ്ട് തീർന്നതാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഒരു സ്ഥിരശീലമാണ്. അപ്പോൾ ഇത് ആദ്യമൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്തെങ്കിലും പിന്നീടത് പലതരത്തിലുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ചെയ്യുന്നൊരു വ്യക്തമായ പരിപാടി എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു പരാതി കൊടുക്കും. പരാതി കൊടുത്തു കഴിഞ്ഞ് അത് അന്വേഷിച്ച് കഴിയുമ്പോൾ വിവരാവകാശം തരും. ഈ ഉദ്യോഗസ്ഥനെതിരെ എത്ര പരാതികൾ അന്വേഷണത്തിലുണ്ടെന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ആ അന്വേഷണത്തിലുള്ള പരാതി ഉണ്ട്, പരാതിയും ആരോപണ വിധേയനുമായ ഉദ്യോഗസ്ഥൻ എന്നാണ് വീഡിയോ ചെയ്യുക. വീണ്ടും അടുത്തൊരു പരാതി കൊടുക്കുക. ആ പരാതി കൊടുത്തത് എത്ര തവണ അന്വേഷിച്ച് കഴിഞ്ഞതാണെങ്കിലും അത് പുതിയതാണെന്ന രീതിയിൽ വീണ്ടും കൊടുക്കുക. അപ്പോൾ അദ്ദേഹം ഈ 2021 തൊട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം തന്നെ വക്കീലായിട്ടും അല്ലാതെയുമൊക്കെ പല കപ്പാസിറ്റിയിൽ പല കോടതികളിൽ പോയി എനിക്കെതിരെ പരാതി കൊടുക്കുകയും ആ പരാതികളെല്ലാം അന്വേഷിച്ച് തീരുകയും ചെയ്തതിന് ശേഷം പലതവണ തീർന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും ഇങ്ങനെ വീഡിയോകൾ ചെയ്യുകയാണ്. അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അതിന് അടിസ്ഥാനമില്ല എന്നുള്ളത് നമുക്കറിയാമെങ്കിലും ചിലപ്പോൾ പൊതുജനങ്ങളുടെ മുമ്പിൽ അത് ഒരു പരിധി വരെ സത്യാവസ്ഥയാണെന്ന് തോന്നാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ 2021 ഇദ്ദേഹത്തിനെതിരെ സിവിൽ കേസും കൊടുത്തു, ക്രിമിനൽ കേസും കൊടുത്തു. അപ്പോൾ ക്രിമിനൽ കേസ് അദ്ദേഹം വന്ന് കണ്ടസ്റ്റ് ചെയ്യുകയും സിവിൽ കേസ് അദ്ദേഹം കണ്ടസ്റ്റ് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്തു തന്നെയാണെങ്കിലും ഞാൻ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ചാണ് അന്ന് കേസ് കൊടുത്തിരുന്നത്. സത്യം പറഞ്ഞാൽ ഒരു 5 കോടി കൊടുക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോർട്ട് ഫീ ആയിട്ട് നമ്മൾ ഇതിൻ്റെ 10% കെട്ടിവെക്കേണ്ടതുകൊണ്ട് എൻ്റെ കൊക്കിലൊതുങ്ങുന്ന ഒരു സംഖ്യ അടയ്ക്കാൻ നിവൃത്തിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് 5 ലക്ഷത്തിൽ ഒതുക്കിയത്. ഇപ്പോൾ കോടതി വിധി വന്നപ്പം ആ 5 ലക്ഷം തന്നെ എനിക്ക് വിധിച്ചു തന്നു. 5 ലക്ഷവും അതിൻ്റെ പലിശയും 6% വെച്ച് പലിശയും വെച്ച് കോടതി ഈ കോർട്ട് ഫീയും എല്ലാം ചേർത്ത് തരാനാണ് വിധിയായത്. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ പറയുന്നത് അദ്ദേഹം ഇപ്പോഴാണ് ആ കോടതി സംഭവത്തെക്കുറിച്ച് അറിഞ്ഞത്, കോടതി കേസിനെ കുറിച്ച്. ഒരുപാട് തവണ പലയിടത്തും ഞാൻ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ക്രിമിനൽ കോടതിയിൽ നടക്കുന്നു, അദ്ദേഹത്തിന് കിട്ടിയ സമൻസ് അവിടെ കൈപ്പറ്റിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ അങ്ങനെ പറഞ്ഞ് വീണ്ടും ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തുടരുന്ന കാര്യങ്ങൾ വീണ്ടും നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു നിയമ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനൊരു സമയക്രമമുണ്ട്. ഇപ്പോൾ ഞാൻ 2021 കൊടുത്തത് 2025 എനിക്ക് വിധി വരുന്നത്. ഇപ്പോഴും ക്രിമിനൽ കേസ് കൊടുത്തത് ഇപ്പോഴും ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ മുതലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ വ്യക്തികൾ നിരന്തരം ആക്രമിക്കുക, ആൾക്കാരെ അപകീർത്തിപ്പെടുത്തുക. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഏതെങ്കിലും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇവർ പ്രതികരിക്കുന്ന പോലെ തിരിച്ച് പ്രതികരിക്കാനുള്ള അവസരം കിട്ടില്ല. ഇപ്പം തന്നെ നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കാൻ കാരണം ഈ വിധി വന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ എനിക്ക് ദിവസവും വരുന്ന ഈ വീഡിയോകൾക്കെതിരെ നിന്ന് പ്രതികരിക്കാനായിട്ടുള്ള സംവിധാനം നമുക്കില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഗണനീയ സ്ഥാനങ്ങളിലിരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് ഈ യൂട്യൂബിലും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ആരെക്കുറിച്ച് എന്തും പറയാം. അപ്പോൾ പലരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കാൻ നമുക്ക് എവിടെയാണ് സമയം. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധി വന്നതിന് ശേഷം ഒരുപാട് പ്രമുഖരെന്നെ വിളിക്കുകയുണ്ടായി. വിളിച്ചതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തത് വളരെ നല്ല കാര്യമാണ്, ഞങ്ങളിത് ചെയ്യാൻ മടിച്ചിരിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ഏറ്റവും അവസാനം വന്നത് ഏഷ്യാനെറ്റിലൊരു മാധ്യമപ്രവർത്തകനെതിരെ അദ്ദേഹം പുതിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും എതിരെ ഓരോ വീഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ഒരു സ്റ്റോറി കവർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞേ അപ്പം ന്യായമോ അന്യായമോ എന്നൊന്നുമുള്ള പ്രശ്നമല്ല. അദ്ദേഹം ഒരു ഒറ്റയാൾ പോരാട്ടക്കാരനാണ്, പൊതുപ്രവർത്തകരാണ്. പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്, നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. ഇത് പറയാൻ നമുക്ക് വേദിയില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വിദേശത്ത് പോയി കഴിഞ്ഞ 1-ാം തീയതി അനുമതി ഇല്ലാതെ പോയെന്നാണ് പറയുന്നത്. സ്വകാര്യ സന്ദർശനത്തിന് വിദേശത്ത് പോകാനായിട്ട് അനുമതിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞൊരു ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ട് വർഷം 2-3 കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അതിപ്പം ഇത് നിയമലംഘനമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാണുന്നവർക്ക് തോന്നും ഇതൊക്കെ വളരെ സത്യമെന്ന് പെട്ടെന്ന് തോന്നത്തക്ക രീതിയിൽ. ഇതൊരാളെക്കുറിച്ച് നല്ല ഒരുപാട് പേരെക്കുറിച്ച് അദ്ദേഹം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രവണത എന്തായാലും ഞാൻ സഹിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. മാത്രവുമല്ല ഇത്
ഇങ്ങനെ ഫൈറ്റ് ചെയ്യണത്, നിയമപരമായി ഫൈറ്റ് ചെയ്യുന്നത് ഒരു മാതൃകയാകണമെന്ന് ഉദ്ദേശം കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം എനിക്കെതിരെയുള്ള പോരാട്ടം നിർത്തുന്നില്ല എന്ന്. അദ്ദേഹത്തിനോടും അറിയിക്കേണ്ടത് കാര്യം, ഞാനും പോരാട്ടം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല.